സതീശനെ ഞങ്ങൾ താഴെ ഇറക്കും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സതീശനെ ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾ തട്ടിത്തെറിപ്പിക്കും. പിണറായിയൊക്കെ കൈയടിക്കുകയാണ്. കാരണം പിണറായിക്ക് ആവാത്തത്, പിണറായി ആൻഡ് മനുവാൻ ടീമിന് കഴിയാത്ത കാര്യം ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങൾ ഈ VD സതീശനെ ഞങ്ങൾ അങ്ങനെ ഭരിക്കാൻ സമ്മതിക്കില്ല. 6 മാസത്തിനുള്ളിൽ ഇയാളെ ഞങ്ങൾ പിടിച്ച് താഴ്ത്തിടും. എന്നിട്ട് ഞങ്ങൾ കൊണ്ടുവരും. ആരെ കൊണ്ടുവരും? ഞങ്ങൾ KC കൊണ്ടുവരും. ഞങ്ങൾ KC വേണുഗോപാലിനെ കൊണ്ടുവരും. ഇതാണ് നമ്മളോട് അലോഷ്യസ് സേവിയർ എന്ന് പറയുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഇത് തന്നെയാണ്. അതല്ലാതെ ഭരണത്തെ അങ്ങോട്ട് നന്നാക്കി കാണാം. VD സതീശന്റെ ഈ ഭരണത്തില് ചില പോരായ്മകളൊക്കെ ഉണ്ട്. ആ പോരായ്മകളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോരായ്മകളൊക്കെ പറഞ്ഞിട്ട് VD സതീശനെ നന്നാക്കാം എന്ന ഒരു ധാരണയല്ല കൂട്ടരെ ഈ അലോഷ്യസ് സേവിയർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നിൽ. പൊതുപ്രസ്താവനയാണ് നടത്തിയത്. മാധ്യമ പ്രവർത്തകരാണ് പറയുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ലീഡർമാരെ നിയമിച്ചത് തെറ്റായി പോയി. അതില് എന്താ പറയാ, BJP കാരനുണ്ട്, അതില് SFI കാരനുണ്ട്. ഇന്ന് റോജി എം ജോൺ ചോദിച്ചു നേരത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ VD സതീശൻ ചോദിച്ച അതേ ചോദ്യം VD സതീശൻ ചോദിച്ചു. KSUക്കാർക്ക് ഇതിലൊക്കെ എന്ത് കാര്യം? KSUക്കാർക്ക് ഇതിലൊക്കെ എന്ത് കാര്യം? സർക്കാർ ഗവൺമെന്റ് ലീഡർമാരെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് സർക്കാരിന് അറിയാം. അത് അതിൻ്റെതായ രീതികളുണ്ട്. റെക്കമെൻഡേഷൻസ് വരും. അത് VD സതീശൻ തന്നെ ആ കത്തെടുത്ത് ചൂണ്ടിക്കാണിച്ചില്ലേ? ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത കത്ത്, ആ കത്ത് അതേപടി അവരുടെ ലിസ്റ്റ് അതേപടി അംഗീകരിക്കല്ല ചെയ്തത്. അത് AGയുടെ പരിഗണനയ്ക്ക് വെച്ചു. AG അത് പരിശോധിച്ചു, അതിന്റെ മികവുകൾ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഗവൺമെന്റ് ലീഡർമാരെ നിയമിക്കുന്നത്. ഇവർ പണ്ട് SFI കാരായിരുന്നോ, പണ്ട് BJP കാരായിരുന്നോ എന്നുള്ളതൊന്നും പ്രശ്നമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സതീശൻ തന്നെ ചോദിച്ച പോലെ 5 CPMന്റെ മുൻ MLA-മാരാണ് ഇപ്രാവശ്യം കോൺഗ്രസിൽ മത്സരിച്ച് UDF മത്സരിച്ചത്. 5 CPMകാര് കോൺഗ്രസിൽ UDF മത്സരിച്ചു അല്ലേ? BJP-കാര് UDF മത്സരിച്ചു. അപ്പൊ ഇന്നലെ ഒരു പാർട്ടിയിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ വരെ ഒരു പാർട്ടിയിലാണ് എന്നുള്ളത് കൊണ്ട് ഇന്നവർക്ക് മാറി ചിന്തിച്ചുകൂടെ? ഇവർ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒന്നും ലോജിക്കും ഇല്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അലോഷ്യസ് സേവിയർ എന്ന് പറയുന്ന അയാൾ മിടുക്കനൊക്കെയാണ്. അലോഷ്യസ് സേവിയർ വളരെ മിടുക്കനായ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. പക്ഷെ KSU പ്രസിഡന്റിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ KSU പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെ വേദികളുണ്ട്? KPCC അധ്യക്ഷനെ കാണണ്ടേ? സണ്ണി ജോസഫിനെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്താ പറയാ VD സതീശനെ കാണാൻ വേണ്ടി ശ്രമിച്ചു, പറ്റിയില്ല എന്ന് പറയുന്നത്. പറ്റിയില്ലെങ്കിൽ അത് VD ശ്രമിക്കണമെന്നേ. VD സതീശൻ ഇങ്ങനെ വെറുതെ ഈച്ചനായിട്ടിരിക്കുകയാണോ? അല്ലല്ലോ. VD സതീശൻ ഏറ്റവും നമുക്കറിയാം. നേരത്തെ പിണറായി വിജയന്റെ കാലത്ത് അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആരെയും കയറ്റി വിട്ടിരുന്നില്ല. നല്ല കുപ്പായമുള്ള ആൾക്കാരെ, സെന്റ് അടിച്ചു വരുന്ന ആൾക്കാരെ, അമ്മാതിരിയുള്ള ആൾക്കാരെ മാത്രമേ കയറ്റി വിട്ടിരുന്നുള്ളൂ. സാധാരണക്കാരായ തൊഴിലാളി വർഗ നേതാക്കന്മാർക്കൊന്നും പിണറായി വിജയന്റെ ഓഫീസിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അക്കാര്യങ്ങൾ നമ്മളൊക്കെ അറിയാം. പക്ഷെ VD സതീശൻ അങ്ങനെയല്ല. പണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ ആയിരങ്ങളാണ് കാണാൻ വരുന്നത്. അവരെ കാണുന്നതിന്റെ അടുക്ക് ഈ അലോഷ്യസ് സേവിയർ എന്തിനാണ് കാണാൻ വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് VD സതീശൻ അറിയാം. അലോഷ്യസ് സേവിയറിന് എന്താ ചൊറിച്ചിരുന്നു അറിയാം. അലോഷ്യസ് സേവിയർ ആരാ? KCയുടെ നിർദ്ദേശം അനുസരിച്ച്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കേരളത്തിൽ KSUവിന്റെ ശക്തി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ SFI കാര് അവരുടെ ഗുണ്ടായുസവും അവരുടെ ക്രിമിനലിസവും ഒക്കെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊരു കാര്യം തീരുമാനിച്ചാൽ അവരുണ്ടാക്കും, അവർ തീരുമാനിക്കും. അവർ കയ്യും വെട്ടും, കാലും വെട്ടും, തലയും വെട്ടും എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരു സംഘടിത ടീമാണ്. അത് നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു സംഘടനാ ബലമുണ്ട് SFIക്ക്. KSUവിന് എന്ത് സംഘടനാ ബലമുള്ളത്? കേരളത്തിലെ ഏത് കോളേജിലാണ്, അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ KSUവിന് എത്ര ശക്തിയാണുള്ളത്? ഇവരാണോ ഈ തിരുത്തൽ ശക്തിയാൻ പോകുന്നത്? ഇനി അങ്ങനെ ആയിക്കോട്ടെ. ഇനി ദുർബലരാണെങ്കിൽ തന്നെ ഇവർ തിരുത്തൽ ശക്തിയാണെങ്കിൽ അതിൻ്റെതായ പാർട്ടി പ്ലാറ്റ്ഫോമുകളില്ലേ? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, മറ്റേ VM സുധീരൻ ഈ ബക്കാടി കമ്പനിയുമായുള്ള, അല്ലെങ്കിൽ ഈ മദ്യ നയവുമായുള്ള, അല്ലെങ്കിൽ മദ്യ വിവാദവുമായുള്ള കാലത്താണ് VM സുധീരൻ വന്നിട്ട് VD സതീശനെ ക്ലാസ് എടുത്തത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ? സതീശൻ മൈൻഡ് ചെയ്തോ? സതീശൻ തർക്കിക്കാനൊന്നും പോയില്ല. സതീശന്റേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, VM സുധീരന് എന്തോ ഒരു അവാർഡ് VD സതീശൻ കൊടുക്കുന്നു. എന്നിട്ട് VD സതീശൻ പ്രസംഗിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ സമുന്നതമായ നേതാവാണ്, അദ്ദേഹം പറയുന്നൊക്കെ നമ്മൾ കേൾക്കും. ശരിയാണ്, അദ്ദേഹം പറയുന്നൊക്കെ നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ ചെയ്യണമെന്നല്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക.
അതിൽ നേരുണ്ടെങ്കിൽ, അതിൽ കാര്യമുണ്ടെങ്കിൽ, ഇതൊരു പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും VM സുധീരന്റെ സംശുദ്ധി ആദർശം അതുകൊണ്ട് നടന്നാൽ രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. അതിൻ്റെതായ രീതികളുണ്ട്. അപ്പം VM സുധീരൻ പറയുന്നത് കേൾക്കും, അതിൽ എടുക്കാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും. അതേപോലെ അലോഷ്യസ് സേവ്യർ വല്ലതും പറയുകയാണെങ്കിൽ അത് കേൾക്കും, അതിൽ വല്ലതും ശരിയുണ്ടെങ്കിൽ എടുക്കും. അത്രയേ ഉള്ളൂ. അതല്ലാതെ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാൻ അതായിട്ടില്ല. അത് അലോഷ്യസ് സേവ്യർ ആയിട്ടില്ല. VD സതീശനെ പഠിപ്പിക്കാൻ അലോഷ്യസ് സേവ്യർ ആയിട്ടില്ല. എങ്കിലും അലോഷ്യസ് സേവ്യർ നിവർന്നു നിന്നിട്ട് പത്രക്കാരോട് പറയുമ്പോ നമുക്ക് മനസ്സിലാകും അലോഷ്യസ് സേവ്യർ അല്ല പറയുന്നതെന്നേ. അലോഷ്യസ് സേവ്യറുടെ പിന്നില് KC ആണ് പറയുന്നത്. KCക്ക് ഇപ്പോഴും എങ്ങനെയെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം. അത് KC എങ്ങനെയെങ്കിലും അടുത്തൊരു 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് KC. കാരണം KCക്ക് അറിയാം അടുത്ത കാലത്തൊന്നും ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഗുണം പിടിക്കാൻ പോകുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിലും അതിഭീകരമായ ഭൂരിപക്ഷത്തിൽ BJP സർക്കാർ തന്നെ അധികാരത്തിൽ തുടരും. അതല്ലാതെ കോൺഗ്രസിന് ഒരു രക്ഷയുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാലോ ഇന്ത്യ മുന്നണിയൊക്കെ തകർന്നു കിടക്കുകയാണ്. ഒരു രക്ഷയുമില്ല. കഴിഞ്ഞ തവണ അവര് എന്താ പറയാ, അവരുടെ ഒരു ഐക്യത്തിന്റെ ബലത്തിൽ അവരൊരു പരിധി വരെ BJPയെ നിയന്ത്രിച്ചു. പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല, തൊടാൻ പറ്റില്ല. അപ്പം KCയെ സംബന്ധിച്ചിടത്തോളം KCക്ക് ഒരു തട്ടകം വേണം കേരളത്തിൽ. നേരത്തെ തന്നെ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു അല്ലേ? പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. ആരാ പരാജയപ്പെടുത്തിയത്? കേരളത്തിലെ പൊതുസമൂഹം. അതാണ് കേരളം എന്ന് പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ലാന്ന്. കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ ഒരു മനസാക്ഷിയുണ്ട്, പൊതുസമൂഹത്തിന്റെ ഒരു ജാഗ്രതയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോ VSന്റെ കാര്യത്തിലല്ലേ, VSനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അനുവദിക്കാതിരുന്ന കാലത്ത് ജനങ്ങൾ തെരുവിലിറങ്ങുകയായിരുന്നു. ജനങ്ങൾ VSന് വേണ്ടിയിട്ട്. അവസാനം ആ ജനരോഷത്തിന് മുമ്പിൽ, ജനങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി കീഴടങ്ങി. നമ്മൾ കണ്ടതാണത് അല്ലേ? VD സതീശന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. VD സതീശന് ഈ MLA-മാർക്കിടയിൽ, ജയിച്ചു വന്ന MLA-മാർക്കിടയിൽ എത്ര പേരുടെ പിന്തുണ VD സതീശൻ ഉണ്ടായിരുന്നു? വളരെ ചുരുക്കമായിരുന്നു. എല്ലാവരും KC പക്ഷക്കാരായിരുന്നു. KCക്ക് വളരെ സുന്ദരമായി ഇവിടെ മുഖ്യമന്ത്രി ആകാമായിരുന്നു. പക്ഷെ ആയില്ല. കാരണം എന്താ? ഇവിടെ ജാഗ്രതയോടെ ഒരു പൊതുസമൂഹമുണ്ട്, ഒരു ജനാധിപത്യ സമൂഹമുണ്ട്. അത് കോൺഗ്രസ്സുകാരോ CPM-കാരോ BJP-കാരോ ഒക്കെ ഉണ്ടാവാൻ മതി. ഇവിടെ അത് VD സതീശനെ പോലെ നല്ലൊരു വിഷനുള്ള, നല്ല ഒരു എന്താ പറയാ ഭാവിയെ കുറിച്ച്, കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ആ രീതിയിൽ ഒരു വലിയ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഫലവത്താവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാവണം അടുത്ത് ഭരിക്കാൻ പോകുന്നതെന്ന് ഇവിടുത്തെ ജനസാമാന്യത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇവർ VD സതീശന് വേണ്ടി തെരുവിലിറങ്ങിയത്. അത് വെറും കോൺഗ്രസ്സുകാർ മാത്രമൊന്നായിരുന്നില്ല, അതിൽ മറ്റു പാർട്ടിക്കാരുണ്ടായിരുന്നു. കാരണം അവർ VD സതീശനെ ആഗ്രഹിച്ചു. അപ്പോഴാണ് KC ആകെ വിറച്ചുപോയത്. വിറച്ചുപോയി. KC യഥാർത്ഥത്തിൽ ഇവിടെ വരികയും മുഖ്യമന്ത്രി ആവുകയും KC 6 മാസത്തിനകം മത്സരിച്ച് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തോൽപ്പിക്കുമായിരുന്നു KCയെ. അതും KCക്ക് മനസ്സിലായി. KCയേക്കാൾ നന്നായിട്ട് ആ കാര്യം രാഹുലിന് മനസ്സിലായി, പ്രിയങ്കക്ക് മനസ്സിലായി, സോണിയക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് KC വേണ്ടാത്തതിന് നിൽക്കണ്ട, അവിടെ പോയി മുഖ്യമന്ത്രിയാൽ പരമാവധി 6 മാസത്തെ മുഖ്യമന്ത്രി ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ മത്സരിച്ചാൽ അവിടെ നിങ്ങൾ തോൽക്കും, അല്ലെങ്കിൽ തോൽപ്പിക്കും നിങ്ങളെ. അതുകൊണ്ടൊക്കെയല്ലേ KC അടങ്ങിയത്. പക്ഷേ KCയുടെ മനസ്സിൽ ഇപ്പോഴും ആ സ്വപ്നം അവശേഷിക്കുകയാണ്. എങ്ങനെയെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രി ആവണം. അതിന് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് കളിപ്പിക്കുകയാണ്, അലോഷ്യസ് സേവ്യറിനെ കൊണ്ട് കളിപ്പിക്കുകയാണ്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കട്ടെ, ഈ ഗവൺമെന്റ് ഫീഡർമാരെ ഇപ്പം മരുമാൻ കഴിഞ്ഞ 1-2 ദിവസമായി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ഭരണഘടനാ ലംഘനം. എന്ത് മണ്ണാങ്കട്ടിയാണോ? എന്ത് ഭരണഘടനാ ലംഘനമാണ്? ലോയേഴ്സ് കോൺഗ്രസിന്റെ ആ ശുപാർശയാണ് മുഖ്യമന്ത്രി VD സതീശൻ അതിങ്ങനെ ഉയർത്തി കാണിച്ചു. ഇതിൽ നിന്നാണ് ആൾക്കാരെ നിയമിക്കുന്നത്. പിന്നെ നിങ്ങളെങ്ങനെയാണോ CPM-മാർ പിന്നെ എങ്ങനെയായിരുന്നു ഗവൺമെന്റ് പ്രീഡർമാരെ നിയമിച്ചത്? അല്ലല്ലാതെ AG തീരുമാനിക്കും. AGയുടെ ലിസ്റ്റ്, എവിടെ ലിസ്റ്റ് ഉണ്ടാക്കുക? മണുകുളാൻ ചപ്പാറയടോ. ഈ AG എങ്ങനെയാണ് ലിസ്റ്റ് ഉണ്ടാക്കുക? AG ഇങ്ങനെ ഈ പറയുന്ന ഗവൺമെന്റ് പ്രീഡർമാരുടെ ലിസ്റ്റ് കൊണ്ട് നടക്കുക. AGക്ക് ഒരു ലിസ്റ്റ് കിട്ടണ്ടേ? AGക്ക് ഒരു ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സർക്കാരുകളും അവർക്ക് താല്പര്യമുള്ള ആളുകളെ, അവരുടെ പോഷക സംഘടനകളോ മറ്റ് അനുബന്ധ സംഘടനകളോ എല്ലാം അവർക്ക് ശുപാർശകൾ കൊടുക്കും. അതെല്ലാം കൂടി AGയെ ഏൽപ്പിക്കും. AG എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് അതിൽ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ നിയമിക്കുക. അങ്ങനെ തന്നെയാണ്. അല്ലാതെ എഴുത്തു പരീക്ഷ നടത്തി ഇന്റർവ്യൂ ചെയ്തിട്ടല്ല ഗവൺമെന്റ് ട്രെയിനർമാരെ ഇതുവരെ നിയമിച്ചത്. ഇവരുടെ വർത്താനം കേട്ടായിരിക്കും ഈ മണകുടാഞ്ചൻ, ഈ മരുവാന്റെ വർത്താനം കേട്ടായിരിക്കും VD സതീശൻ ഭരണഘടന ലംഘിച്ചു. VD സതീശൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ശുപാർശ, ആ ശുപാർശയിൽ പറഞ്ഞ ആൾക്കാരെയാണ് ഗവൺമെന്റ് പ്രീഡർമാരാക്കിയത്. അതിൽ BJP-ക്കാരുണ്ട്. എന്തൊരു ദ്രോഹാണ് അല്ലേ?
ഇതൊക്കെ ചെയ്താണ്, ഇതൊക്കെ വളരെ എന്താ പറയാ, വളരെ സൂക്ഷ്മമായി ചെയ്തത്. ഇപ്പൊ ഇതിന്റെ ഇടയില് ഇവര് പഴയ CPM-കാരെയോ പഴയ BJP-കാരെയോ ഒക്കെ ഇതിൽ പരിഗണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മികവാണ് പരിഗണിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു. ഇവർക്ക് ഒരു മികവില്ലാന്നേ. ഇവർക്ക് എന്ത് മികവ്? ഇവർക്ക് പാർട്ടിയോട് കൂറ് കാണിക്കുന്ന, പാർട്ടിയുടെ യഥാർത്ഥ അടിമയാവണം. പിണറായി വിജയന്റെ ആസനം കഴുകുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല തന്നെ, അതാണ് അവരുടെ യോഗ്യത. അത് ചെയ്ത പാർട്ടിയാണ് CPM-കാര്. അപ്പൊ ഞാൻ മരുവനെ വിട്ടു. മരുവന്റെ ഒന്നും കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെ പറ്റില്ലാന്ന്. എന്ത് മരുവൻ അല്ലെ? മരുവൻ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും കാര്യമുണ്ട്? ഇങ്ങനെ വെറുതെ ബബ്ബ പറയല്ലാതെ അമ്മയച്ചനും മരുവനൊക്കെ കിടക്കാൻ അതവിടെ കിടക്കട്ടെ. ഞാൻ അലോഷ്യസ് സേവിയറിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അലോഷ്യസ് സേവിയർ ഇപ്പൊ തേവര SH കോളേജിൽ ഇന്ന് ഇയാൾ വന്നു. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അവിടുത്തെ ഒരു ഹെൽത്ത് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു. അപ്പൊ ആ പോകുന്ന പോക്കില് അലോഷ്യസ് സേവിയർ നിൽക്കുന്നുണ്ട്. അലോഷ്യസ് സേവിയർ ഇങ്ങനെ ചിരിച്ചു കാണിച്ചു നിൽക്കുന്നു. VD സതീശൻ മൈൻഡ് ചെയ്തില്ലാതെ എന്തിനു മൈൻഡ് ചെയ്യണം? ഇപ്പൊ ഇവിടുത്തെ ചർച്ച, ഞാനിപ്പോ TV ചർച്ചകൾ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, ഇത് ഞാൻ മൂന്നും മാറി കാണുകയായിരുന്നു. ഈ മൂന്ന് ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമ ചാനലുകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഇതാണ്. സതീശൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വ്യത്യസ്ത വീക്ഷണങ്ങൾ പലരും പറയുന്നു. കാരശ്ശേരി മാഷ് ഒരു കാര്യം പറയുന്നു, സെബാസ്റ്റ്യൻ പോൾ വേറൊരു കാര്യം പറയുന്നു, പ്രമോദ് വടങ്കര ഒരു കാര്യം പറയുന്നു. അങ്ങനെ വ്യത്യസ്ത ജിൻഡോ ജോൺ ഉണ്ട്. ഒരു എനിക്ക് തോന്നുന്നു മനോരമയിലാണെന്നും ജിൻഡോ ജോൺ ഉണ്ട്, മാതൃഭൂമിയിലാണ്. അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സതീശൻ എന്തോ ഒരു ഭയങ്കര പാതകം ചെയ്തു. സതീശൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സതീശൻ അങ്ങനെ ചെയ്തതിൽ എന്താ തെറ്റെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഭരിക്കുമ്പോ ആ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സതീശന്റെ അടുത്ത് പോയി പറയാന്. ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ VM സുധീരന് എന്തെങ്കിലും ഒരു നിർദ്ദേശം സമർപ്പിക്കാനുണ്ടെങ്കിൽ VM സുധീരൻ ഫേസ്ബുക്കിൽ എഴുതുകയല്ല ചെയ്യുക. അത് നേരിട്ട് പോയി പറയണം. അതല്ലേ വേണ്ടത്, അതല്ലേ മര്യാദ. അതല്ലാതെ പത്രക്കാരോട് ആദ്യം പറയാ, പിന്നെ ഫേസ്ബുക്കിൽ എഴുതുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ, ഞാനിതാ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയാ. അവിടെ തിരക്ക് കാരണം ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് വരും. അയ്യോ കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയാ. മുഖ്യമന്ത്രി നടന്നു പോകുമ്പോ എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല എന്ന് പറയാ. ചിരിക്കില്ലടോ നിന്നോട് അലോഷ്യസ് സേവിയറെ. കാരണം ചിരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല നീ ചെയ്തത്. നീ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ ആർക്ക് വേണ്ടിയിട്ട്? നിന്റെ നേതാവായ KC വേണുഗോപാലിന് വേണ്ടിയിട്ട്. നടക്കില്ല. കാരണം VD സതീശനൊപ്പം ഇവിടുത്തെ ജനസമൂഹമുണ്ട്. നേരത്തെ എങ്ങനെയാണ് VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രി ആയത്, അതിനുള്ള പിന്തുണ ഇപ്പോഴും ഉണ്ട്. ഓരോ ദിവസവും ആ പിന്തുണ വർദ്ധിച്ചു വരിക തന്നെയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ കാരണഭൂതം, എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും, ഈ KN ബാലഗോപാൽ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും, ഇവിടെ മരുമോൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞാലും ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കും. ഇവർ ഇത്രയേ ഉള്ളൂ അവർക്ക് മുമ്പിൽ. അതേപോലെ അലോഷ്യസ് സേവിയർ അത്രയേ ഉള്ളൂന്നേ. മാത്യു കുഴൽനാടൻ അത്രയേ ഉള്ളൂ. ആരൊക്കെയാണോ പിന്തുണയ്ക്കുന്നത് അവരൊക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ ചെന്ന് പറ. 1-2 ദിവസം വേണമെങ്കിൽ കാത്തിരുന്നോന്നേ. നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഈ ജനക്കൂട്ടത്തിനിടയിൽ കാണാൻ പറ്റില്ല. നേരത്തെ തന്നെ കാണാൻ വരണ്ടായിരുന്നു. മറ്റൊന്ന് ഇതൊക്കെ ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല കാണാൻ വരല്. അതാദ്യം ചിന്തിക്കും കേട്ടോ. അലോഷ്യസ് സേവിയർ മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങൾ ആദ്യം തന്നെ പൊതുസമൂഹത്തോട് പറയാ, മാധ്യമ പ്രവർത്തകരോട് പറയാ, അല്ലേ? അപ്പൊ ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ മുന്നിൽ ഇനി എത്ര ദിവസങ്ങൾ? അതാണ് ഒരു പ്രമുഖ ചാനൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സതീശൻ ഇനി എത്ര ദിവസം കൂടി തുടരാൻ പറ്റും? കേട്ടോ, സതീശൻ 6 മാസമല്ല, സതീശൻ 5 വർഷവും പൂർണ്ണമായി വിജയത്തോടെ ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഇരുണ്ട യുഗത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പുതുയുഗത്തിലേക്ക് സതീശൻ നയിക്കുക. ഒരു തർക്കമില്ല. കാരണം സതീശനൊപ്പം പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അണികളുണ്ട്. നേതാക്കന്മാരെല്ലാം അണികളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. MLA-മാരും നേതാക്കന്മാരൊക്കെ KC-യോട് കൂറുള്ളവരുണ്ടാവും. അവർക്കൊക്കെ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അണികളുണ്ടല്ലോ, സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരം എന്ന് പറയുന്നത് VD സതീശനോടൊപ്പമാണ്. ഒരു ചാനലിൽ ഒരു ഡിബേറ്റിന്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു VD സതീശന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. അത് സെബാസ്റ്റ്യൻ പോൾ നേരത്തെ പറഞ്ഞു കേട്ടോ. സെബാസ്റ്റ്യൻ പോൾ എനിക്കൊന്ന് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലാണ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് VD സതീശൻ എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണ്, ഒരിക്കലും പരുഷമായി പെരുമാറാത്ത ആളാണ്. ചാടിക്കേറി ഇങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിലൊക്കെ ക്ഷുഭിതനായി സംസാരിച്ച പോലെ ഒരിക്കലും ക്ഷുഭിതനായി സംസാരിക്കാത്ത ആളായിരുന്നു VD സതീശൻ. എന്താ പറ്റിയത്? VD സതീശൻ KC ഒരുക്കിയ വലയിൽ, KC ഒരുക്കിയ ചതിക്കുഴിയിൽ VD സതീശൻ വീണുപോയോ എന്നൊക്കെയായിരുന്നു അദ്ദേഹം ആകുലപ്പെട്ടത്. ആരായാലും ചൊറിഞ്ഞ മാന്തിയാൽ എന്ത് ചെയ്യും? മാന്തിയാ കടിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പൊ സതീശൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പച്ച മനുഷ്യനാണ്. നിങ്ങൾ ചൊറിഞ്ഞാൽ മാന്തും, നിങ്ങൾ മാന്തിയാൽ കടിക്കും, ഇതൊക്കെ സതീശൻ ചെയ്യും.
അപ്പൊ അലോഷ്യസ് സേവ്യർ ഇനിയെങ്കിലും ഇമാതിരി ചുടുചോറ് വാരിക്കാൻ വേണ്ടി അങ്ങേപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചുടുചോറ് വാരുന്ന കൊരങ്ങന്മാരായിട്ട് അലോഷ്യസ് സേവ്യർ മാറണ്ട. അലോഷ്യസ് സേവ്യറിന്റെ ചൂട്ട് പിടിക്കാൻ ഈ പറയുന്ന കുഴൽനാടന്മാരും നിൽക്കണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾ എന്താ പറയാ ഒരു പുതിയ കേരളം അവർ സ്വപ്നം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കേരളം അവർക്ക് കൊടുക്കുമെന്ന് വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പൊതുസമൂഹവും അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി ഒരുപാട് വിശേഷങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 മാസം എന്നുള്ളത് സർക്കാരിനെ വിലയിരുത്താനുള്ള ഒരു കാലപരിധി അല്ല. ചുരുങ്ങിയത് ഒരു 6 മാസത്തിന് ശേഷമെങ്കിലും വേണം നമ്മൾ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ. ഇത് 2 മാസം തികയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ 2 മാസത്തിനുള്ളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ 2 മാസത്തിനകം കേരളത്തില് ഇന്നോളം കേരളത്തിലുണ്ടായ ഏത് സർക്കാരിനേക്കാളും മികച്ച തുടക്കമാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ചെയ്തത് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും പറയും കേട്ടോ. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ ചെയ്ത ദുർനടപടികൾ, കിരാത നടപടികൾ, തെമ്മാടിത്തങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണമായി പറയുന്നത് ഈ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച ആ കിരാത സംഭവം, ആശാവർക്കർമാർ 255 ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തിട്ട് 10 പൈസ അവർക്ക് കൊടുക്കാത്ത സംഭവം, ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ഇത്തരത്തിൽപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ, മാനുഷികപരമായ വിഷയങ്ങളിൽ പിണറായി സർക്കാർ ചെയ്ത തെണ്ടിത്തരങ്ങൾ, അതിനുള്ളൊരു മറുപടി എന്ന രീതിയിൽ ആശാവർക്കർമാർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിച്ച സംഭവം, ഈ ഗവൺമെന്റ്മാർക്കെതിരെ പ്രത്യേക SIT-യെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ SIT-യെ നിയമിച്ചുകൊണ്ട് അവർ നടത്തിയ ഈ അന്വേഷണത്തിലൊടുവിൽ ഇവരെ സസ്പെൻഡ് ചെയ്തത്, ഇപ്പോഴത്തെ MR അജിത് കുമാറിനെതിരായ നടപടികൾ വരാൻ പോകുന്നു. അതിന് ഇത്തിരി കാലതാമസം ഉണ്ടായി. അതിൻ്റെതായ എന്താ പറയാ രീതികളൊക്കെ നമുക്ക് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ പിന്നെ അത് ഏറ്റവും പ്രധാനം എന്താ പറയാ, സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശാക്തീകരണത്തിന്റെ ഭാഗം എന്ന് തന്നെ പറയാവുന്ന പ്രിയദർശിനി പദ്ധതി, ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഇങ്ങനെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ, ഇതിനൊക്കെ മാത്രമല്ല അടുത്തൊരു 5 വർഷത്തേക്ക് എന്തായിരിക്കണം സംസ്ഥാനത്തിന്റെ ഒരു വികസന യാത്ര എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ, വിഷൻ സമുദ്ര എന്നുള്ള ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും എണ്ണി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ജനങ്ങളാകെ നല്ല പ്രതീക്ഷയിലാണ്, ത്രില്ലടിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആകെ ദുർബലം. ഇതേപോലെ നനഞ്ഞ കോഴികളായ പ്രതിപക്ഷത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ വി.ഡി. സതീശൻ, അതിന് മുമ്പത്തെ തവണ രമേശ് ചെന്നിത്തല, അതിന് മുമ്പത്തെ തവണ വി.എസ്. അച്യുതാനന്ദൻ, ഇങ്ങനെ നല്ല ജഗജഗ പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട് ശീലിച്ച് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്, എന്താ LOP ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നിങ്ങളെ വായിലുള്ള പാടാണോ, എണീറ്റിട്ട് എന്തോ പറ LOP എന്ന് പോലും കൂട്ടത്തിലുള്ള സഖാക്കന്മാർ പിണറായി വിജയനെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ആക്രോശിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി പിണറായി വിജയന് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും പറയാൻ എന്തെങ്കിലും വിവരമുള്ള, അല്ലെ, വിവരമുള്ള ആ രീതിയിലുള്ള ഭാഷാ ജ്ഞാനമുള്ള ഒരാൾ പോലും പ്രതിപക്ഷ നിരയിലില്ല. ഇതാണ് കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും വി.ഡി. സതീശൻ വരുന്ന 5 വർഷമല്ല, വരുന്ന 10 വർഷമല്ല, അടുത്തൊരു 15 വർഷത്തേക്കെങ്കിലും വി.ഡി. സതീശന്റെ ആരോഗ്യപരമായ ഒരു എന്താ പറയാ ഒരു കാലാവധി എത്രയാണോ അത്രയും കാലം മികച്ച ഭരണം കാഴ്ചവെക്കാൻ സതീശന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ വഴിയില്ലാന്നേ. ഇങ്ങനെ ഒരു മികച്ച തുടക്കം ഒരു സർക്കാരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് ഒരു എന്താ പറയാ ഇതിന്റെ ഒരു പശ്ചാത്തലം. പക്ഷേ